നമസ്കാരം. ഓം ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 10 19 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു. 20 തുടങ്ങി 25 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഇപ്പോൾ വ്യാസൻ തനിക്ക് ഒരു ഉത്തമനായ പുത്രൻ ഉണ്ടാകാൻ വേണ്ടി കഠിനമായ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ തപസ്സിൻ്റെ തേജസ് ലോകം മുഴുവൻ പരന്നു. അപ്പോൾ ഇന്ദ്രന് ഭയമുണ്ടായി. താൻ ആരുടെയെങ്കിലും താഴെയാകുന്നത് ഇന്ദ്രനൊട്ടും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഇന്ദ്രൻ ഭയന്നു വ്യാസൻ ലോകത്തിൻ്റെ അധിപതിയാകുമോ എന്ന്. അപ്പോൾ ഭഗവാൻ ശിവൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സുരേശ്വര അങ്ങക്ക് ഇത്ര വലിയ ദുഃഖമെന്ന് ചോദിക്കുമ്പോൾ കാരണം പറയുന്നു. ഇങ്ങനെ വ്യാസൻ്റെ ഉഗ്രമായ തപസ്സിൻ്റെ തേജസ് ഈ ലോകം മുഴുവൻ പരന്നിരിക്കുകയാണ്. അതിൻ്റെ ദുഃഖമാണ് എനിക്ക്. എൻ്റെ സ്ഥാനം അദ്ദേഹം അപഹരിക്കുമോ എന്നുള്ള ഭയമായിരിക്കാം ഇന്ദ്രനുണ്ടായത്. ഏതായാലും അദ്ദേഹം വല്ലാതെ ഭയക്കുന്നു. അപ്പോൾ ശിവൻ പറയുന്നു, ഇപ്പോൾ 100 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് അദ്ദേഹം തപസ് തുടങ്ങിയിട്ട്. ഞാൻ അദ്ദേഹത്തിന് ഉത്തമനായൊരു പുത്രനുണ്ടാകാൻ അനുഗ്രഹം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ജഗദ്ഗുരുവായ ശങ്കരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അങ്ങേക്ക് ഉത്തമനായ പുത്രൻ ജനിക്കുമെന്ന് ആശീർവദിക്കുന്നു. ശ്ലോകം 20. സർവതേജോമയോ ജ്ഞാനി കീർത്തികർത്താ തവാനഘഃ അഖിലസ്യ ജനസ്യത്ര വല്ലഭസ്തേ സുതാ സദാ. മഹാതേജസ്വിയും ജ്ഞാനിയും അങ്ങേക്ക് കീർത്തി ഉണ്ടാക്കുന്നവനും പരിശുദ്ധനും അഖില ജനങ്ങൾക്ക് സദാ പ്രിയങ്കരനുമായിരിക്കും അങ്ങയുടെ അപുത്രൻ. ശ്ലോകം 21. ഭവിഷ്യതി ഗുണൈ പൂർണ്ണഃ സാത്വികൈ സത്യവിക്രമഃ തദാകർണ്യവചശ്ലഷ്ണം കൃഷ്ണദ്വൈപായനസ്തദാ. അവൻ സാത്വിക ഗുണങ്ങൾ തികഞ്ഞവനും സത്യസന്ധനുമായിരിക്കും. വ്യക്തമായ ആ വാക്കുകേട്ട കൃഷ്ണദ്വൈപായനൻ അപ്പോൾ എന്തു ചെയ്തു എന്ന് നോക്കാം. ശ്ലോകം 22, 23, 24, 25 4 ശ്ലോകങ്ങൾ ഒന്നിച്ചു ചൊല്ലി അർത്ഥം പറയാം. ശൂലപാണിം നമസ്കൃത്യ ജഗമാശ്രമമാത്മനഃ സഗത്വാശ്രമം ഏവാശു ബഹുവർഷശ്രമാതുരഃ. അരണീസഹിതം ഗുഹ്യം മമത്ഥാഗ്നിം ചികീർഷയാ മന്ഥനം കുർവതസ്തസ്യ ചിത്തേ ചിന്താഭരസ്തദാ. പ്രാദുർബഭൂവ സഹസാ സുതോത്പത്തൗ മഹാത്മനഃ മന്ഥാനാരണി സംയോഗാത് മന്ഥനാച്ച സമോദ്ഭവ. പാവകസ്യ യഥാ തദ്വത് കഥം മേ സ്യാൽ സുതോദ്ഭവഃ പുത്രാരണിസ്തു വിഖ്യാത സാ മമാദ്യാന വിദ്യതേ. 21, 22, 23, 24, 25 ശ്ലോകങ്ങളുടെ അർത്ഥം. അപ്പോൾ ശൂലപാണിയെ നമസ്കരിച്ചിട്ട് തൻ്റെ ആശ്രമത്തിലേക്ക് അദ്ദേഹം പോയി. ദീർഘകാലത്തെ ശ്രമം കൊണ്ട് തളർന്ന അദ്ദേഹം ആശ്രമത്തിലെത്തിയിട്ട് ഗുഹ്യമായ അഗ്നി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ അരണി കടയാൻ തുടങ്ങി. കടഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് പുത്രോത്പത്തിയെക്കുറിച്ചുള്ള ചിന്ത നിറഞ്ഞു. മന്ഥനാരണികൾ ചേർത്തു മഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അഗ്നി എങ്ങനെയോ അതുപോലെ എങ്ങനെ എനിക്കൊരു പുത്രൻ ഉണ്ടാകും?
പുത്രാരണി എന്ന വിഖ്യാതയായ ഒരുവൾ എനിക്കിപ്പോൾ ഇല്ലല്ലോ. ഒരു ഉത്തമനായ പുത്രനെ തഴയാൻ തക്കവണ്ണം വിഖ്യാതയായ ഒരുവൾ എനിക്ക് ഇപ്പോൾ എൻ്റെ അടുത്തില്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.